നമസ്കാരം. ഇന്നത്തെ ദ പ്രസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 പത്രങ്ങൾ തന്നെയാണ് പതിവ് പോലെ. സിറാജ്, ഗൾഫ് മാധ്യമം, മാതൃഭൂമി എന്നീ പത്രങ്ങളുടെ വാർത്തകളിലൂടെയാണ് നാം ഇന്നും ഓട്ടപ്രദക്ഷിണം നടത്താൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലത്തെ എല്ലാവർക്കും അറിയാം. ബന്ദികളെ മോചിപ്പിച്ചതും പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചതും തന്നെയാണ്. ആ വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ ഇടം പിടിച്ചിരിക്കുന്നത്. മാതൃഭൂമിയും മാധ്യമവും സിറാജും ഒരുപോലെ അതിനെ ചിത്രങ്ങളോടുകൂടി ആഘോഷിച്ചിരിക്കുന്നു, ആ വാർത്തയെ ആഘോഷിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. മാതൃഭൂമിയും മാധ്യമവും ട്രംപും നെതന്യാഹുവും കൈകോർത്ത് നിൽക്കുന്ന പടം കൂടി നൽകിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. യുദ്ധവിരാമം എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഒപ്പം ഒരു ഒലീവിലയും കടിച്ചു പിടിച്ചുകൊണ്ട് പറക്കുന്ന വെള്ളരിപ്രാവിൻ്റെ ചിത്രവും അതിനോടൊപ്പം ചേർത്തിരിക്കുന്നു. ഇതാണ് തലക്കെട്ട്. മാതൃഭൂമിയാകട്ടെ ഒലീവിലയുണ്ട്, അതൊരു കൈകളിലാണ്, തിരികെ ജീവനോടെ. ഇതാണ് രണ്ടർത്ഥമുണ്ട് അതിന്. അത് ഒന്ന്, ബന്ദികൾ ജീവനോടെ തിരികെ എത്തി, ഇസ്രായേലിൽ നിന്നും എത്തിയെന്നതും പലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ നിന്നും അവിടെ നിന്നുള്ള എല്ലാ പീഡനങ്ങളും സഹിച്ച ശേഷവും ജീവനോടെ തിരിച്ചെത്തിയെന്നാണ്. ആനന്ദക്കണ്ണീർ എന്നാണ് സിറാജ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ തടവിൽ മോചിപ്പിക്കപ്പെട്ട പലസ്തീൻ ജനത സ്വീകരിക്കുന്നവരെ, പലസ്തീനികളായ തടവുകാരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ദിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ചിത്രവുമുണ്ട്. എല്ലാവരും ബാലൻസിങ് ആയിട്ട് തന്നെയാണ് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിച്ച് ബന്ദിയുടെ പടവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ മോചിപ്പിച്ച പലസ്തീനി തടവുകാരുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബാലൻസിങ് കൃത്യമായി എല്ലാ പത്രങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്, പറയാതെ വയ്യ. ഗാസ വിഷയത്തിൽ പക്ഷപാതിത്വമുള്ള പത്രങ്ങളാണെങ്കിൽ കൂടി അവരെല്ലാം തന്നെ ഒരു ബാലൻസിങ്, അതായത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാലൻസിങ് എന്നുള്ളത്. രണ്ട് പക്ഷവും പറയുക എന്നുള്ളത്. രണ്ടു പേർക്കും പറയാനുള്ളത് കേൾക്കുക, അത് പറയുക എന്നതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ നൈതികത. അത് പുലർത്തിക്കൊണ്ട് തന്നെയാണ് സിറാജും അതുപോലെ മാധ്യമമായാലും ശരി മാതൃഭൂമി ആയാലും ശരി എല്ലാ പത്രങ്ങളും ഇന്ന് കാണിച്ചിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ വാർത്തയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ, ഗസയുടെ ഉച്ചകോടി നടന്ന ഈജിപ്തിലാണ്. നമുക്കറിയാം, ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളാണ്. മധ്യസ്ഥത വഹിച്ച 3 രാജ്യങ്ങളാണുള്ളത്. അതായത് ഒന്ന് ഖത്തറാണ്, പിന്നൊന്ന് തുർക്കിയാണ്, പിന്നൊന്ന് ഈജിപ്ത്. ഈ 3 രാജ്യങ്ങളാണ് കരാറുകളിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ്. ഇന്നലെ ഹമാസ് 20 ജീവനോടെ അവശേഷിച്ചിരുന്ന 20 ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേലി തടവുകളിൽ കഴിയുന്ന പലസ്തീനികളെയാണ് മോചിപ്പിക്കാനുള്ളത്. ഇന്നലെ 154 പേര് മോചിപ്പിച്ചു. ഇന്ന് ശേഷിക്കുന്നവരെ ഇന്ന് വെറുതെ വിടും, അല്ലെങ്കിൽ ഇന്ന് മോചിപ്പിക്കുമെന്നതാണ് വാർത്ത. പലസ്തീനികളുടെ മോചനം ഇന്ന് പൂർത്തിയാകുമെന്നാണ് മാധ്യമം പറഞ്ഞിരിക്കുന്നത്. ഈ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങൾ 3 രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയാണ് ഒപ്പിട്ടിരിക്കുന്നത്, ശ്രദ്ധേയമാണ്. അങ്ങനെ 4 പേരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം, കരാർ നിലവിൽ വന്ന ശേഷം 72 മണിക്കൂറിനകം എല്ലാവരും വിട്ടയക്കണമെന്നാണ്. 78 മണിക്കൂറിനകം എല്ലാവരും വിട്ടയക്കണമെന്നാണ് കരാറിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാ ബന്ദികളുടെയും മോചനം, അല്ലെങ്കിൽ ബന്ദികളുടെ മോചനം കഴിഞ്ഞു, എല്ലാ തടവുകാരുടെയും മോചനവും ഇന്ന് തന്നെ നടക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. PF-ൽ നിന്ന് 100% വരെ പിൻവലിക്കാമെന്ന വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഉദാര നടപടികളുമായി EPFO എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 100% പിൻവലിക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. ഒരു
ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിൻവലിക്കുമ്പോഴും അതിന് ഇത്ര ശതമാനം എന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ വീട് പണിക്കാണെങ്കിൽ നമുക്ക് ആ 90% പിൻവലിക്കാം, വിവാഹത്തിനാണെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിലും എല്ലാം ഇത്ര ശതമാനം വീതം എന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ ഇനി അത് ഇല്ല, പൂർണ്ണമായി 100% വരെ പിൻവലിക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഈ എന്തിനും കയറി 100%മായിട്ട് വലിക്കാൻ പറ്റുമെന്നല്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രോഗം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി 100% വലിക്കാം. അതുപോലെ വീട് നിർമ്മാണത്തിന്, അതുമല്ലാണ്ട് പ്രത്യേക സാഹചര്യം, അതായത് ഈ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ദുരന്തമാകാം, പ്രകൃതി ദുരന്തമാകാം, സ്ഥാപനം അടച്ചുപൂട്ടലാകാം, തുടർച്ചയായ തൊഴിലില്ലായ്മയാവാം, മഹാമാരിയാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോഴും 100% PF നിന്ന് തുക ഇനി പിൻവലിക്കാമെന്നാണ് പുതിയ നടപടി. ഇത് മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്തയാണ്. മാധ്യമത്തിൽ 1-ാം പേജ് വാർത്ത ഇന്നും ശബരിമലയിൽ തന്നെയാണ്. SIT ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ FIR സമർപ്പിച്ചിരിക്കുന്നു. നാഗേഷും കൽപേഷും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായിരുന്ന ഇരുവരെയും തേടി ഹൈദരാബാദിലേക്ക് സംഘം പോകുന്നു എന്ന സാധനവും ഇവർ രണ്ടുപേരും ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ പിന്നാലെ പോകുന്നു എന്നുള്ള വാർത്തയും ചേർത്താണ് ശബരിമല വാർത്താ മാധ്യമം 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. സിറാജിലെ ഒരു വാർത്ത നമ്മൾ പറയേണ്ടതുണ്ടായിരുന്നു. ഫ്രണ്ട് പേജിൽ തന്നെ ഗാസയുമായി ബന്ധപ്പെട്ടാണ്. മാധ്യമപ്രവർത്തകനെ ഇന്നലെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. എല്ലാം യുദ്ധം, സമാധാനം എന്നെല്ലാം പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഗസയിലെ സ്വാലിഹ് അൽ ജഹ്റാഫി എന്ന മാധ്യമപ്രവർത്തകനാണ്, യുവ മാധ്യമപ്രവർത്തകനും ഇൻഫ്ലുവൻസറിനെയാണ് ഇന്നലെ ഒരു സംഘം ആളുകൾ, ഇസ്രായേലി പിന്തുണയുള്ള ആളുകൾ വെടിവെച്ച് കൊന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഴുവനും സമാധാന കരാർ ഒപ്പിട്ട വാർത്ത അല്ലെങ്കിൽ വിശേഷം നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന തിരക്കിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ വെടിയേറ്റ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. അത് 1-ാം പേജിൽ തന്നെ സിറാജ് നൽകിയിട്ടുണ്ട്. മാധ്യമം അത് ഉൾപേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജിലൊന്നും ആ വാർത്തയില്ല, ഉൾപേജുകളിൽ കാണുമായിരിക്കും. പിന്നെ മാതൃഭൂമിയുടെ 1-ാം പേജിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന വാർത്തയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് OJ ജനീഷ് അപ്രതീക്ഷിതമായാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. അധ്യക്ഷ പദവിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബിനു ചെള്ളിയിലടക്കമുള്ളവരെ പിന്തള്ളിയാണ് OJ ജനീഷ് സംസ്ഥാന പ്രസിഡൻ്റാണെന്ന്. ബിനു ചെള്ളിയിൽ വർക്കിംഗ് പ്രസിഡൻ്റായി തുടരും. അബിൻ വർക്കിയും അഭിജിത്തും ദേശീയ സെക്രട്ടറിമാരായി. ഇവരെല്ലാവരും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കണ്ണും നട്ടിരുന്നിരുന്നവരാണ്, ഉയർന്നു കേട്ട പേരുകാരാണ്. ഇവരെല്ലാം മാറ്റിക്കൊണ്ടാണ് OJ ജനീഷിനെ അധ്യക്ഷനായും വർക്കിംഗ് പ്രസിഡൻ്റായി ബിനു ചുള്ളിയിലിനെയും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ വാർത്ത ജനീഷിൻ്റെ വാർത്ത സിറാജും 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മകനെക്കുറിച്ച് പ്രത്യേക അഭിമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ED നോട്ടീസ് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല, തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ക്ലിഫ് ഹൗസിൽ അങ്ങനെ ഒരു നോട്ടീസ് വന്നതായിട്ട് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. മകന് ക്ലിഫ് ഹൗസിൽ എത്ര റൂമുകളുണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള മകനെക്കുറിച്ചാണ് ഇത്തരത്തിൽ ആക്ഷേപം പറയുന്നത്. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ പല മുഖ്യമന്ത്രിയുടെയും മക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ മകനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മകനെക്കുറിച്ച് പ്രത്യേക അഭിമാനം തന്നെ എനിക്കുണ്ട് എന്ന്, മക്കളെക്കുറിച്ച് അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ രാഷ്ട്രീയത്തിനോ ശീലങ്ങൾക്കോ നിരക്കാത്ത ഒരു പ്രവൃത്തിയും മക്കളാരും നടത്തിയിട്ടില്ല. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ എവിടെയെങ്കിലും എൻ്റെ മകനെ കണ്ടിട്ടുണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അവനറിയുമെന്ന് സംശയമാണ്. അതാണ് അവൻ്റെ പ്രത്യേകത. മര്യാദയ്ക്കൊരു ജോലിയെടുത്ത് ജീവിക്കുന്നു. ജോലി, വീട്, അതാണ് അയാളുടെ പൊതുരീതി. തെറ്റായ ഒരു കാര്യത്തിനും പോയിട്ടില്ല. എനിക്കൊരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ മകനെക്കുറിച്ച് പ്രത്യേകമായ ഒരു അഭിമാനബോധം എനിക്കുണ്ട്. മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതും ഏശാത വന്നപ്പോൾ മകനെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുകയല്ലേ. ഇതാണ് അദ്ദേഹം മകനെക്കുറിച്ച് പറയുന്നത്. അതായത് മകൾക്കെതിരെയുള്ള കേസും ഇപ്പോൾ മകനെതിരെ വന്ന ED ഒക്കെ വെറും ആരുടെയൊക്കെയോ സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇനി ഉൾപേജിലേക്ക് പോകുമ്പോൾ ജൈടെക്സ് എക്സിബിഷനെ കുറിച്ചാണ് ഉൾപേജുകളിൽ മാതൃഭൂമി തന്നെ ഇരിക്കുന്നത്. ആദ്യ ദിനം തന്നെ എത്തിയത് ആയിരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടനം. ഷൈഖ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം തന്നെ ആയിരങ്ങൾ ഒഴുകിയെത്തി. അതിൽ GDRFA പവലിയൻ സന്ദർശിച്ച് ഷൈഖ് മുഹമ്മദ് വിസ നിയമലംഘകരെ പിടികൂടാൻ ICP സ്മാർട്ട് കാറുകൾ എന്നീ തുടങ്ങിയ ജൈടെക്സിൽ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചെല്ലാം തന്നെ വാർത്തയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ദുബൈയിൽ ട്രാക്ക് രഹിത ട്രാം പദ്ധതി വരുന്നു എന്ന ഒരു വാർത്ത കൂടി രണ്ടാം പേജിൽ മാതൃഭൂമി നൽകുന്നു. ദുബൈയിൽ ട്രാക്ക് രഹിത ട്രാം പദ്ധതി അവതരിപ്പിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. സ്ഥിരമായ റെയിൽ ട്രാക്കുകളില്ലാതെ പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ട്രാം ഭാവി മൊബിലിറ്റിയിലേക്കുള്ള എമിറേറ്റിൻ്റെ കുതിച്ചുചാട്ടമാണെന്ന് അധികൃതർ പറയുന്നു. ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ പൊതുഗതാഗത രംഗത്ത് അവതരിപ്പിക്കുകയാണ് UAE, പ്രത്യേകിച്ച് ദുബൈ എന്ന് പറയാതെ വയ്യ. അടുത്ത തലമുറ വാഹനങ്ങളാണ് മിക്കതും വരുന്നത് എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഡ്രൈവറില്ല വാഹനങ്ങൾ, ഡ്രൈവറില്ല ട്രക്കുകൾ, കാറുകൾ, ടാക്സികൾ, അതിനു പുറമെ പറക്കും ടാക്സികൾ തുടങ്ങി നിരവധി ഇതാണ് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ട്രാക്ക് രഹിത ട്രാം പദ്ധതി കൂടി വരുന്നത്. ഗുരുവായൂരിലെ കൊമ്പൻ ഗോകുൽ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ആനയായിരുന്നു, അവൻ ഇന്നലെ ചെരിഞ്ഞു. ആ വാർത്ത ഉൾപേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു എന്ന പേരിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കൊയിലാണ്ടി ഉത്സവത്തിന് കൂട്ടാനയുടെ കുത്തേറ്റ ആനക്കൊമ്പൻ ഗോകുൽ, അതായത് കുത്തേറ്റിട്ട് അദ്ദേഹം ഇവൻ ചികിത്സയിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ചരിഞ്ഞത് എന്നാണ് വാർത്തകളിലുള്ളത്. അബിൻ വർക്കിയുടെയൊക്കെ ഫോട്ടോ സഹിതം മാതൃഭൂമി വാർത്ത ഉൾപേജിൽ ഒന്നുകൂടെ നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം വരുന്നു. ഇതുവരെയും പ്രസിഡന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇനി വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സാധനം കൂടി വരുന്നു എന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിൽ എല്ലാത്തിനും ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവുന്നുണ്ടല്ലോ. KPCCയിലും വർക്കിംഗ് പ്രസിഡന്റ് എന്ന സമ്പ്രദായം വന്നിട്ട് കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. അത് യൂത്ത് കോൺഗ്രസ്സിലേക്കും കടക്കുന്നു. അത് ബിനു ചെള്ളിയിൽ എന്നത് KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അദ്ദേഹം പ്രസിഡന്റ് ആകുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ AI ഗ്രൂപ്പുകൾ ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ടാണ് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ ജനീഷിനെ കൊണ്ടുവരികയും പിന്നീട് ബിനു ചെള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി ഇടിച്ചു കയറ്റി. ഇനി വർക്കിംഗ് പ്രസിഡൻ്റ് ആയിരിക്കുമല്ലോ കാര്യങ്ങളെല്ലാം നോക്കുക. വർക്ക് ചെയ്യേണ്ടത് പ്രസിഡൻ്റ് ആയിരിക്കുമല്ലോ. മറ്റേ പ്രസിഡൻ്റ് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ആകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇതിൽ യൂത്ത് കോൺഗ്രസ്സിലെ പലർക്കും അതൃപ്തി ഉണ്ട് എന്നാണ്. അഭിയത്തിനെല്ലാം തന്നെ അതൃപ്തിയുണ്ട്. AI ഗ്രൂപ്പുകളിൽ അതൃപ്തിയുണ്ട് എന്നാണ് പുറമേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് എഡിറ്റോറിയൽ പേജിന് ഓപ്പൺ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകുന്നത് N വാസു പ്രസിഡൻ്റായ ബോർഡും സംശയ നിഴലിൽ എന്നാണ്. താങ്ങുപീഠം കാണാതായത് N വാസു പ്രസിഡൻ്റായ ബോർഡിനെ സംശയ നിഴലിൽ നിർത്തുന്നു എന്നാണ്. അതായത് 2019 ഈ സ്വർണ്ണം പൂശ ചെമ്പ് പാളികൾ 2019 സെപ്റ്റംബർ 11 തിരികെ സ്ഥാപിച്ചിരുന്നു. 2020 അവയുടെ താങ്ങുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതുണ്ടാക്കിയ സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി. 2020 ഡിസംബർ 30 ഇതിന് ബോർഡ് അനുമതി നൽകി. ഈ ഘട്ടങ്ങളിൽ N വാസു ആണ് പ്രസിഡൻ്റായ അന്നത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവരും അതിൻ്റെ കീഴിൽ വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും രണ്ട് ദേവസ്വം ബോർഡുകളാണ് ഇപ്പോൾ സംശയത്തിന് നിഴലുള്ളത്. N പത്മനാഭൻ്റെ N വാസുവിൻ്റെയും അതുപോലെ തന്നെ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുകളാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലുള്ളത്. ജയമല്ലിക്കും ദേവസ്വം ബോർഡ് ആദ്യം തടയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നുണ്ട്.
ആദ്യം സ്വർണം പൊതിഞ്ഞ് നൽകുന്നതിന് പകരം പണം നൽകിയാൽ മതി എന്ന ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ആയിരുന്നു എന്നാണ്. ഇത് വിജയ് മല്യ അംഗീകരിച്ചില്ല. 2.25 കോടിയിലേറെ ചെലവ് വരുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നു. ഇതിന് ആദ്യം മല്യയ്ക്ക് ബോർഡ് അനുമതി നൽകിയെങ്കിലും പിന്നീട് പണമടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് മല്യ അന്ന് സ്വർണം പൂശിയത്. അപ്പോൾ ആ പൈസ വാങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ സ്വർണം ഇത്ര പോലും വിജയ് മല്യ പൂശിയ അത്ര സ്വർണ്ണമൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. IAS ഉപേക്ഷിച്ച കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയും പത്രത്തിൻ്റെ ഉൾപേജുകളിലുണ്ട്. ഇനി നമുക്ക് എഡിറ്റോറിയലിലേക്ക് കിടക്കുകയാണ് എങ്കിൽ കായികാധ്യാപകരെ കേൾക്കുക എന്നതാണ്. 3 വിഷയത്തിലാണ് 3 പത്രങ്ങളും ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. കായികാധ്യാപകരെ കേൾക്കുക എന്നതാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ. പൊതുവിദ്യാലയങ്ങളെ 40 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ 1800-ൽ താഴെ കായികാധ്യാപകർ മാത്രമാണുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതായത് കായികാധ്യാപകരുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ 500 വിദ്യാർത്ഥികൾക്ക് ഒരു കായികാധ്യാപകൻ എന്നാണ് ഇപ്പോഴത്തെ എഴുത്. അത് 1965-ലെ KER പരിഷ്കരണം നടക്കുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തൊട്ടിട്ടുണ്ട്. അതായത് 500 വിദ്യാർത്ഥികൾ താഴെയാണ് എങ്കിൽ ആ സ്കൂളിൽ ഒരു കായികാധ്യാപകൻ ഉണ്ടാവില്ല. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കായികാധ്യാപകന് പഠിപ്പിക്കാൻ പാഠപുസ്തകങ്ങളുണ്ട്, നടത്താൻ പരീക്ഷയുണ്ട്. ഈ 500 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചിലപ്പോൾ 519 കുട്ടികളുണ്ടെങ്കിൽ 501 കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു അധ്യാപകൻ മാത്രമാണ് ആ സ്കൂളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ അധ്യാപകൻ തന്നെയാണ് ഇവരുടെ എല്ലാ പരീക്ഷകളും നടത്തുന്നത്, ഇവർക്കെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരു അധ്യാപകനെ കൊണ്ട് സാധിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത് ചുരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കായികാധ്യാപകർ പലതരത്തിലുള്ള നിവേദനങ്ങൾ നൽകി, പലതരത്തിൽ പലരുമായി സമരം തുടങ്ങി. സമരങ്ങൾ ഈ വർഷവും നടന്നു. സുബ്രതോ അപ്പോൾ വൈകുന്ന ഒരു ഘട്ടം വരെ എത്തി കേരളത്തിലെ. അങ്ങനെ പലതരത്തിൽ അവർ പ്രതിഷേധിച്ചിട്ടും അതൊന്നും തന്നെ ഒരു തരത്തിലും ആരും ഏറ്റെടുത്തിട്ടില്ല. ആ കായികാധ്യാപകരുടെ പ്രശ്നമാണ് ഇന്ന് മാതൃഭൂമി എഴുതുന്നത്. കേൾക്കണം അധ്യാപകരെ. പലപ്പോഴും ഇപ്പോൾ സർക്കാർ പറയുന്നത് 300:1 എന്ന അനുപാതത്തിലേക്ക് കുറക്കാമെന്നാണ്. അതായത് 300 വിദ്യാർത്ഥികൾ. അപ്പോൾ അധ്യാപകർക്ക് 500 വിദ്യാർത്ഥികളില്ല എങ്കിൽ പോസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാരിൽ പല അധ്യാപകരുടെയും കഴിഞ്ഞ വർഷം മാത്രം ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇത്തവണയും അങ്ങനെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്കൂളാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. അവിടെ നിന്നുള്ള കുട്ടികൾ സംസ്ഥാന കായികമേളയിലേക്ക് മേളയിൽ എല്ലാം വലിയ മെഡൽ പ്രതീക്ഷകൾ നേടുന്ന അല്ലെങ്കിൽ മെഡലുകൾ നേടുന്ന കുട്ടികളാണ്. അവർ മലപ്പുറം ജില്ലാ കായികമേള നടക്കുമ്പോൾ അവിടെ വലിയ മികച്ച പ്രകടനം നടത്തി. അപ്പോൾ ആ സമയത്ത് അവരുടെ അധ്യാപകൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ഗ്രൗണ്ടിൽ വരികയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് ആ അധ്യാപകൻ്റെ ഗുണമാണ്. എന്നാൽ ഈ സർക്കാർ ഇപ്പോൾ 300:1 എന്നാക്കാം എന്ന് പറയുമ്പോൾ ഈ പണി പോയ അധ്യാപകരൊക്കെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ഉണ്ട് എങ്കിൽ കൂടി പ്ലേസ് ചെയ്യാൻ അവിടെയും അധ്യാപകർക്ക് ഒരുപാടുണ്ട്. ഇത് എയ്ഡഡ് മേഖലയിലെ അധ്യാപകരെ മാത്രം സംരക്ഷിക്കുക എന്ന് എത്ര ലക്ഷ്യമിട്ടാണ്. എയ്ഡഡ് മേഖലയിൽ ഇത്രയും വിദ്യാർത്ഥികൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകന് എവിടേക്കും ട്രാൻസ്ഫറായി പോകേണ്ടി വരില്ല, അവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടും. കാരണം എയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ പറഞ്ഞാൽ 1-2 സ്കൂളുകളാണ് മാക്സിമം ഉണ്ടാവുക. സർക്കാർ സ്കൂളുകൾ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്കൂളിലുള്ള അധ്യാപകരെ ജോലി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവന് ജോലി കിട്ടുന്നത് കാസർഗോഡായിരിക്കും. അങ്ങനെ പല ഭാഗത്തേക്ക് അവനെ ട്രാൻസ്ഫർ ചെയ്യും. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി അധ്യാപകനുണ്ടായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിനുള്ള പ്ലേസിംഗ് ഉണ്ടാവില്ല. അപ്പോൾ 300-ൽ താഴ്ന്നാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ഈ അധ്യാപകൻ തന്നെ തലവേദന എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതൊന്നും മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതിനെല്ലാം സർക്കാർ ഒന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ തീരുമാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. നമുക്കിനി മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ അവിടെ ശബരിമലയിലെ സർക്കാർ സമാധാനം പറയണം എന്നതാണ്. ശബരിമല വിഷയത്തിലാണ് ഇന്ന് മാധ്യമത്തിൻ്റെ മുഖപ്രസംഗം. അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ള തന്നെയാണ്, സംശയം വേണ്ട. അതിന് സംസ്ഥാന സർക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. സർക്കാരിന് കീഴിലാണ് ദേവസ്വം മന്ത്രാലയമുണ്ട്. ദേവസ്വം മന്ത്രാലയത്തിന് കീഴിലാണ് ദേവസ്വം ബോർഡ് വരുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും കൂട്ടുനിന്ന് നടത്തിയ വൻ തട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ അത്രയൊന്നും ആവേശം കാണിക്കുന്നില്ല എന്നാണ് മാധ്യമം അവരുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതായത് അയ്യപ്പ സംഗമം നടത്താനൊക്കെ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിയെങ്കിലും
അവിടെ നടന്നൊരു തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കാൻ അത്രയ്ക്ക് വലിയ ആവേശമൊന്നും സർക്കാരിനില്ല എന്നാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതിയാണ് റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടൊരു അന്വേഷണ കമ്മിറ്റി വെച്ചത്, SITയെ രൂപീകരിച്ചത്. ഇതെല്ലാം ഹൈക്കോടതിയാണ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയുടെ അന്വേഷണം നടക്കുകയല്ലേ, നടക്കട്ടെ എന്ന മറുപടി പറയുന്നു എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയലിലൂടെ പറയുന്നത്. ഇനി നമുക്ക് സിറാജിലെ എഡിറ്റോറിയൽ കൂടി പരിശോധിക്കാം. സിറാജിലെ എഡിറ്റോറിയൽ ഇത്തവണ ആഡംബരത്വരയിൽ ജീവിതം മറക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാമൂഹിക വിഷയത്തെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ആഡംബരമായി ജീവിക്കാൻ വേണ്ടി പണത്തിന് വേണ്ടി അച്ഛനെ ആക്രമിക്കുക, അമ്മയെ ആക്രമിക്കുക തുടങ്ങിയ കൊലപ്പെടുത്തുക തുടങ്ങിയ വാർത്തകൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടാണ് സിറാജ് അവരുടെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. വരവിനനുസരിച്ച് ചെലവിടാൻ പഠിച്ചാൽ ജീവിതത്തിൽ ആത്മസംതൃപ്തിയും സന്തോഷവും കൈവരും. കുറഞ്ഞ വരുമാനം മാത്രമുള്ളവർ സമ്പന്നരെ കണ്ട് ആർഭാട ജീവിതം നയിക്കാൻ ഒരുങ്ങപ്പെട്ടാൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപചതിയാണ് കാണിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്കൊരു ത്വരയുണ്ട്, കൂടെയുള്ളയാൾ വലിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കും വേണമെന്നൊരു ആ ഒരു സാധനം നമ്മുടെ വരവിനനുസരിച്ചാണോ ആഗ്രഹത്തിന് വേണ്ടി ചെലവിടേണ്ടി വരുന്നത് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ച് പെട്ടെന്ന് പ്രകോപിതരാകുന്നൊരു തലമുറയായി മാറുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനഃശാസ്ത്രപരമായി തന്നെ സമീപിക്കേണ്ട വിഷയമാണ് അത് ഈ ആഡംബരത്വര അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന വരവിനനുസരിച്ച് വരവറിഞ്ഞ് ജീവിക്കുക എന്ന് പറയും. വരവറിഞ്ഞ് ജീവിക്കുകയാണെന്ന ഒരു വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് സിറാജ് അവരുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. മാധ്യമത്തിൻ്റെ ഉൾപേജുകളിൽ നോക്കുകയാണെങ്കിൽ അഫ്ഗാൻ മന്ത്രി RSS പോഷക സംഘടനയുടെ ആസ്ഥാനത്ത് ചെന്ന വാർത്തയാണുള്ളത്. അതായത് പ്രത്യേക ക്ഷണിതമായി പരിപാടിയിൽ സംബന്ധിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രവുമല്ല രക്തത്തെ തിരിച്ചറിയുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളും RSS ആസ്ഥാനത്ത് പോയ മുത്തക്കിയുടെ നിലപാടിനെ അല്ലെങ്കിൽ ആ സന്ദർശനത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് ബീഹാറുമായി ബന്ധപ്പെട്ടാണ്. IRCTC അഴിമതിയിൽ ലാലുവിനും തേജസ്വിക്കും കുറ്റം ചുമത്തി കോടതി എന്ന ഒരു വാർത്ത വരുന്നു. അതായത് IRCTC കേസിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു കേസിൽ കുറ്റപത്രം കുറ്റം ചുമത്തിയിരിക്കുന്നതെന്നാണ്. 14 കുറ്റപത്രത്തിൽ പേരുള്ള 14 പേരുടെയും സാന്നിധ്യത്തിലായിരുന്നു കോടതി കുറ്റം ചുമത്തിയത്. അതായത് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പദവി ദുരുപയോഗം ചെയ്ത കോടതി അഴിമതി സർക്കാർ. ഇത് കേസ് ഇങ്ങനെയാണ്. IRCTCയുടെ 2 ഹോട്ടലുകളുടെ പ്രവർത്തന കരാറുകൾ സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് ലാലുവിൻ്റെ കുടുംബത്തിനെതിരായുള്ള നടപടി. ലാലു കേന്ദ്ര റെയിൽ മന്ത്രിയായിരുന്ന 2004-2009 ജാർഖണ്ഡിലും ഒഡീഷയിലും 2 IRCTC ഹോട്ടലുകൾ കൃത്രിമ ടെൻഡറിലൂടെ ബീഹാറിലെ പാട്ന ആസ്ഥാനമായ സുജാത ഹോട്ടൽസിന് നൽകി എന്നാണ്. ഏറ്റവും കോമഡി, ആ സമയത്ത് എത്ര വയസ്സ് തേജസ്വി യാദവിന് ഉണ്ടായിരിക്കും എന്നതാണ്. ഇപ്പോൾ തന്നെ തേജസ്വിക്ക് ഏതാണ്ട് 40 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. അപ്പോൾ 2004 അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു അഴിമതി നടത്താൻ എന്നത് സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ ദിവസവും കാണുന്നതാണ്. തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേസെടുക്കാനുള്ളൊരു കാലം കൂടിയായി മാറിയിരിക്കുന്നു. ഇനി സ്പോർട്സ് പേജിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പരമ്പരയും വിജയവും 58 റൺസിനകലെ എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. മെസ്സിപ്പടയുടെ കേരള യാത്ര വൈകുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. മെസ്സി നവംബർ 17
കൊച്ചിയിൽ നടക്കുമെന്ന് സംഘാടകർ അല്ലെങ്കിൽ അതിൻ്റെ മത്സരത്തിൻ്റെ സ്പോൺസർമാർ അവകാശപ്പെടുമ്പോഴും മെസ്സിപ്പടയുടെ കേരള യാത്ര വൈകുമോ എന്ന അനിശ്ചിതത്വം ബാക്കി നിർത്തി അർജൻറ്റീന മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമം വാർത്ത നൽകുന്നു. അതിന് കാരണമായി പറയുന്നത് അവരുടെ ഷെഡ്യൂളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ടിവൈസി സ്പോർട്സും മുൻഡോ ആൽബി സെലസ്റ്റയും റിപ്പോർട്ട് ചെയ്തു. 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനോടിൽ 1 മാസം മുമ്പാണ് അർജൻറ്റീന ടീമിൻ്റെ കേരള യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് ടീം പര്യടനം സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരത്തിന് വേദിയൊരുക്കാനുള്ള നടപടിയുമായി കേരള സർക്കാരും സ്പോൺസർമാരും മുന്നോട്ട് പോകുന്നതിനിടെയാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ അർജൻറ്റീന മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നവംബർ ആദ്യവാരം അങ്കോളയിൽ അർജൻറ്റീന കളിക്കും. 50ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെസ്സിപ്പട അങ്കോളയിലെത്തുന്നത്. ഇതിന് പിന്നാലെ നവംബർ 15-17 തീയതിയിൽ കേരളത്തിലെത്തുന്നതാണ് ഷെഡ്യൂൾ. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം 2ാം മത്സരവും ആഫ്രിക്കൻ വൻകരയിൽ കളിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോകകപ്പിൽ അട്ടിമറി കുതിപ്പുമായി മുന്നേറി സെമി ഫൈനൽ വരെ എത്തിയ മൊറോക്കോയെ നേരിടുമെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ലെന്നും അർജൻറ്റീന മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൽ നടക്കുന്ന മത്സരം വൈകുമെന്നാണ് മാധ്യമം പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇന്നലെയും ഇത് സംബന്ധിച്ച് ഇതിൻ്റെ സ്പോൺസർമാർ പറഞ്ഞത് നവംബർ 17 തന്നെ മത്സരം നടക്കും എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലേക്ക് എത്തുമ്പോൾ വിൻഡീസ് പരമ്പരയെ വേറെ രീതിയിലാണ് അവർ കണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ജയം 53 മിനിറ്റ് റൺസ് അകലെ എന്ന് പറയുന്നതാണ് ബ്രേവ് വിൻഡീസ് എന്നാണ് അവർ നൽകിയിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം 5ാം ദിവസത്തിലേക്ക് മത്സരം നീട്ടിക്കൊണ്ടുപോയത് വിൻഡീസിൻ്റെ ഒരു ധൈര്യം പകർന്ന പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്ത പറയുന്നത്. ജോൺ കാമ്പലും ഷായ് ഹോപ്പിനും സെഞ്ചുറി നേടി. അതിലേറ്റവും രസകരം 25 വർഷങ്ങൾക്ക് ശേഷം ഈ വിൻഡീസിൽ ഒരു ഓപ്പണർ ഇന്ത്യയിൽ വിൻഡീസിൻ്റെ ഒരു ഓപ്പണർ സെഞ്ചുറി നേടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതൊരു ചരിത്രവുമായി. ഏതായാലും ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെയുള്ള ഓട്ടപ്രദർശനത്തിലുള്ള വാർത്തകൾ. ഇന്നത്തെ ദ പ്രസ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.